ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആരാ? സുപ്രീം കോടതിയുടെ വാക്കെന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇതിനൊന്നും ബി.ജെ.പിക്ക് മേലെ പറക്കില്ല. കാരണം അമരത്ത് മോദിജിയും തുഴപിടിക്കാൻ JP നദ്ദയുമുള്ളപ്പോൾ ഞങ്ങൾ ഒരു നോട്ടീസും ആടി ഉലക്കില്ല, ഞങ്ങളുടെ വെള്ളം മുങ്ങില്ല. രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മോദി പറഞ്ഞ വിദ്വേഷ പ്രസംഗത്തിന് കൂടുതൽ ഇമ്പം നൽകിയിരിക്കുകയാണ് BJP ദേശീയ അധ്യക്ഷനായ JP നദ്ദ. മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്നവരാണെന്നും ഹിന്ദുക്കളുടെ സ്വത്ത് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് പ്രതിപക്ഷ കൂട്ടായ്മ ശ്രമിക്കുന്നതെന്നും മോദി രാജസ്ഥാനിൽ നടത്തിയ പരാമർശം വലിയ വിവാദത്തിനും നിയമ പോരാട്ടത്തിനും വഴിവെച്ചതിന് പിന്നാലെയായിരുന്നു. വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് JP നദ്ദയ്ക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വിശദീകരണം തരാനൊന്നും എനിക്ക് നേരമില്ല. എക്സിൽ പോയി മോദി പറഞ്ഞതിന്റെ ബാക്കി ഭാഗം ഫില്ല് ചെയ്തിരിക്കുകയാണ് നദ്ദ. രാജ്യത്തിന്റെ മുസ്ലിം പിന്നോക്കാവസ്ഥ പഠിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നും SC/ST OBC വിഭാഗത്തിന്റെ അവകാശങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകാനുള്ള രഹസ്യ അജണ്ടയാണ് ഇന്ത്യ കൂട്ടായ്മയ്ക്കെന്നും കോൺഗ്രസിനും ഉള്ളതെന്നും നദ്ദ ആരോപിച്ചു. രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് പ്രതിപക്ഷം കരുതുന്നു. അവർക്ക് പ്രത്യേക മതവിഭാഗത്തോട് ചായ്വുണ്ടെന്നും നദ്ദ കുറ്റപ്പെടുത്തുകയും ആദ്യം മോദി പറഞ്ഞു, പിന്നാലെ യോഗിയും അമിത്ഷായും പറഞ്ഞു. അതിനുശേഷം ഇതായിപ്പോൾ നദ്ദയും പറഞ്ഞിരിക്കുന്നതിലൂടെ BJPയുടെ അജണ്ട മതരാജ്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞു വരികയാണ്. അതോടൊപ്പം തന്നെ BJPയുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയാണ്. മോദിയുടെ വിദ്വേഷ പ്രസംഗം പരിഗണിക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നീക്കിവെച്ചിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ലഭിച്ചത് 20,000-ലധികം പരാതികളായിരുന്നു. ഇത് കിട്ടിയതിന് പിന്നാലെയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം തേടിയത്. 2 തവണ പ്രസംഗം ആവർത്തിച്ച മോദിയുടെ നടപടിയിൽ 29-ന് രാവിലെ 11 മണിക്കുള്ളിൽ പാർട്ടി അധ്യക്ഷൻ മറുപടി നൽകണമെന്നായിരുന്നു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനൊന്നും വില നൽകാതെയുള്ള നടപടിയാണ് നദ്ദയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളിലൊന്ന്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല എന്ന ഉറപ്പുള്ളതുകൊണ്ടും രണ്ടാമത്തേത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ വർഗീയത ഉണ്ടാക്കിയിരിക്കും എന്നതുമാണ്.